അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2025 ജനുവരി 1 ആ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു തലമുറ മാറ്റത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. ബീറ്റ ജനറേഷൻ എന്ന് പറയും. അപ്പോൾ 25 മുതൽ ജനിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും അല്ലെങ്കിൽ ഇനിയുള്ള അടുത്ത ജനറേഷൻ ബീറ്റയാണ്. ആൽഫ ജനറേഷനിലുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത്. ആ വിദ്യാർത്ഥികളോട് ഇടപഴകുമ്പോൾ നമ്മൾക്കറിയാം അവരുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരുടെ ചിന്താഗതികളൊക്കെ വളരെ വിഭിന്നമാണ്. അതിലപ്പുറം ഏറ്റവും കൂടുതലായി നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ലഹരിയാണ്. ലഹരി അവരുടെ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും MDMA എന്ന് പറയുന്ന അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾ അതിൻ്റെ അപകടകരമായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അവരേറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ആ നിമിഷത്തെ ആനന്ദമാണ്. സ്പോട്ട് ഹാപ്പിനെസ് എന്നൊക്കെ പറയും. ഓരോ സെക്കൻഡിലും ലഭിക്കുന്ന ആനന്ദത്തെ സംശീകരിച്ചെടുക്കുക, അതിൽ നന്നായിട്ട് സന്തോഷിക്കുക. എന്നാൽ അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന തൻ്റെ ശരീരത്തിൽ വന്നു ഭവിക്കുന്ന മാരകമായ അസുഖങ്ങളെയോ അല്ലെങ്കിൽ മാരകമായ വിപത്തുകളെയോ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസകരമായ അനുഭവം. ഈ സിന്തറ്റിക് ഡ്രഗുകൾ വളരെ സുലഭമായി നമ്മളുടെ നാടുകളിൽ എത്തിയിരിക്കുകയാണ്, എല്ലാ നാടുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഒരുപാട് ബോധവൽക്കരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും ആ ബോധവൽക്കരണങ്ങൾ ഏശാത്ത കോലത്തിൽ നമ്മളുടെ മക്കളുടെ മനസ്സ് ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായ ഒരു കൗൺസിലർ പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. പരാതി എന്താണെന്ന് വെച്ചാൽ സൂചി കൊണ്ട് വല്യച്ഛനെയും വല്യമ്മയും വളരെ ക്രൂരമായ രീതിയിൽ വരിയുകയാണ്. സൂചി കൊണ്ടിങ്ങനെ കീറുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ തെറിച്ച് വരുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക. സാഡിസം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രവണതയിലേക്ക് നമ്മളുടെ കുട്ടികൾ മാറാൻ വളരെ ഗൗരവപരമായ അവസ്ഥ. അവിടെ നിന്ന് അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി കൊറിയയിൽ നിന്ന് വരുന്ന, ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്ന സീരീസ് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ആ സീരീസ് കിട്ടുന്ന ലിങ്കുകളിലേക്ക് എത്തിയിട്ട് കൃത്യമായിട്ട് ഈ കുട്ടിക്ക് ഡ്രഗും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രഗ് അഡിക്ഷനിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യത്യസ്തമായ ഒരു മനോരോഗമായി മാറി. നമ്മൾ ആലോചിക്കണം, ഗൗരവത്തോടെ ചിന്തിക്കണം, ചേർത്തു പിടിക്കണം നമ്മളുടെ പുതിയ തലമുറയെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.